ഹലോ ഗായ്സ്, ഹായ് ഫ്രം കോഴിക്കോട്. നമ്മളിപ്പോൾ ഉള്ളത് ചേച്ചിയുടെ വീട്ടിൽ, അതായത് ദേവുവിന്റെ വീട്ടിൽ. ദേവു ദിബിന്റെ ചേച്ചിയുടെ മോളാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ she was a chotuni 4 years. Now she is all the way grown. Officially a graduate. I'm so glad. She finished her bachelor's. ഇനി മാസ്റ്റേഴ്സ് നോക്കാൻ പോണു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇപ്പോൾ പോണത് ട്രൈപെൻറ്റയിലാണ്. ഒരു ചെറുതുമണി വന്നിട്ടുണ്ട് ഇടയിൽ. എവിടെ പോവാണ് രണ്ടുപേരും? ആരുടെ സംഗീത്? നൂനു മാമ. ഇന്നലെ വന്നാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് കല്യാണം കൂടാൻ. റൈറ്റ് സൈഡിൽ കാണുന്നത് ചേച്ചിയുടെ ഇൻലോസ് ആണ് കേട്ടോ. അപ്പൊ രമ്യ ആന്റിയോടും ഗോപിയങ്ങളോടും ബൈ പറഞ്ഞിട്ട് നമ്മളിപ്പോ പോണത് ട്രൈപെൻറ്റയിലാണ്. ട്രൈപെൻറ്റ എവിടെയാണ് ചേച്ചി? എനിക്കറിയില്ല. പറഞ്ഞു. കോഴിക്കോട്. കോഴിക്കോടിലെ എവിടെയോ അവിടെ വെച്ച് സംഗീതിന്റെ ഇവന്റ് നോർത്ത് ഇന്ത്യൻ ട്രഡീഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇവന്റ് ആണ്. അതായത് കല്യാണത്തിന്റെ മുന്നുള്ള ഒരു പ്രീ ഫെസ്റ്റീവ് സെലിബ്രേഷൻ ആണ്. ഇപ്പം നമ്മുടെ മലയാളീസും ഒരുപാടധികം ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മാരേജിന്റെ ഇവന്റ്സിൽ. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിംഗ് ദ ഐസ് പരിപാടിയല്ലേ. രണ്ട് ഫാമിലീസും കല്യാണം കഴിഞ്ഞ് ഒന്ന് ചേരാൻ പോവുകയാണ്. അതിന്റെ മുന്നുള്ള ഒരു ഹാൻഡ് ഷേക്ക് ഫേസ്, അടിച്ചു പൊളിക്കാനും പാട്ടും ഡാൻസും എല്ലാം കൂടിയിട്ടുള്ള ഒരു കളർഫുൾ പരിപാടി. നമ്മുടെ ഇന്നത്തെ ഈ സംഗീത് പരിപാടി ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് കേട്ടോ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർ നേരത്തെ നമുക്ക് ഇവന്റിന്റെ ചാർട്ടിങ്ങും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ടീംസ് ആയിട്ടാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്, ടീം ബ്രൈഡ് ആൻഡ് ടീം ഗ്രൂം. ഞങ്ങളെല്ലാവരും നമ്മുടെ ഡാൻസിന്റെ റിഹേഴ്സൽ ചെയ്യായിരുന്നു ടെറസിൽ പോയിട്ട് കേട്ടോ. ഫൈനലി ഈ ദ ഷോ ടൈമാണ്. നമ്മൾ ടീം ഗ്രൂമിന്റെ ടാഗ്സ് ഒക്കെ ഒട്ടിച്ച് ഹാളിന് പുറത്ത് എത്തിയിട്ടുണ്ട്. ടീം ബ്രൈഡിന്റെ എൻട്രി ഒക്കെ കഴിഞ്ഞു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഐ ആം ഇൻ ടീം ഗ്രൂം. ഒബ്വിയസ്ലി നമുക്ക് ടീം ഗ്രൂമിന്റെ പരിപാടി ചെയ്യാം. Ladies and gentlemen, put your hands together for Mr. Abhinam. Yes, nallara kaydu kodukka. To tell about Abhinam, Mr. Abhinam TV, he is also working as a doctor. All right, so how are you feeling, Abhinam? How are you? Amazing arrangement and everything, and all of you are here, so that makes us happy. Yeah. Oh yeah. അപ്പോൾ നമ്മുടെ ബ്രൈഡാണ് സഞ്ജന, ഈ ബ്ലൂ ലെഹങ്ക ഇട്ട് നിൽക്കുന്നത്. സഞ്ജനയും ഒരു ഡോക്ടറാണ് ആൻഡ് ഓൾസോ ആൻ അടിപൊളി ഡാൻസർ. സഞ്ജനയുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ടീം ഫാമിലീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുറേ ഗെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഗെയിമായിരുന്നു പിക്ക് ദ ഐറ്റം ഇൻ ദ സോങ്. അപ്പോൾ ആ ഗെയിം കളിക്കാനാണ് ഇപ്പോൾ ദിബിൻ പോണത് ഫ്രം ടീം ഗ്രൂം. അങ്ങനെ ദിബിൻ ചാടിക്കേറി പോകുമ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഒരു പക്ക ഫെസ്റ്റീവ് നൈറ്റ് ആയിരുന്നു. നുനു സഞ്ജനയ്ക്കുള്ള ഗെയിംസ്, ഫാമിലിക്കുള്ള ഗെയിംസ്, കിഡ്സിനുള്ള ഗെയിംസ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇവന്റ് മാനേജ്മെന്റ് സംഭവം പ്ലാൻ ചെയ്തിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നുനുവിൻ്റെ കല്യാണം എല്ലാം ശരിയായ സമയത്ത് എൻ്റെ ഇതിൻ്റെ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കല്യാണം അറ്റൻഡ് ചെയ്യണം. കാരണം ഇത് നമ്മുടെ ഫാമിലീനെയൊക്കെ മീറ്റ് ചെയ്യാനും എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു പ്രഷ്യസ് മൊമെൻ്റ് ആണ്. അതുകൊണ്ട് നെതർലാൻഡ്സിലെ സ്കൂളിൽ ലീവൊക്കെ കിട്ടില്ല, കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് പോലും സംഹൗ വി മാനേജ്ഡ്. എല്ലാം ഒത്തു വന്നു എന്ന് പറയില്ലേ, അതന്നെ. നമ്മുടെ കസിൻ ഗാങ്സ് ആണെങ്കിലും പലരും ഇന്ത്യയിൽ പല പാർട്സിലാണ്, ചിലർ വേൾഡിൻ്റെ ഏതൊക്കെ പാർട്സിലാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റി, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ്സ് ഓൾറെഡി എ സക്സസ് അല്ലേ. ഒരു പരിപാടിയുടെ സക്സസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? നമ്മൾ ആ പരിപാടി കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുപോകണം ആ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിരിക്കണം അല്ലേ. അത് നമുക്ക് എപ്പോഴാണ് കിട്ടുക? വെൻ വി ഹാവ് ഹാർട്ട് ആൻഡ് സോൾ ഇൻവോൾവ്മെൻറ്റ് ഫ്രം എവ്രി വൺ. നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ചു കിട്ടും. ഒരു ഫുൾഫിൽഡ് ഫീലിംഗ് എന്ന് പറയില്ലേ, അതായിരുന്നു സംഗീത് പരിപാടി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. പ്ലേറ്റ് നിറച്ച് ഇത്രയും ഫുഡ് കൊണ്ടുപോയി ആർക്കും ഫുൾഫിൽമെൻറ്റ് കിട്ടും എന്നല്ലേ നിങ്ങളുടെ തോന്നൽ? ഗൈസ്, ഡയറ്റിംഗ് ഇസ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് ഡയറ്റ് ചെയ്യാം. ബൈ ദ വേ, സംഗീതിന് ഒരു കുട്ടി ഡൈവേർഷൻ എടുക്കാം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഷിബി ബോയിൻ്റെ പല്ല് ടൂത്ത് ഫെയറി കൊണ്ടുപോയി. ഷിബി ബോയ് പല്ല് പോയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഡാൻസ് കളിക്കണതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഏകദേശം 10-10:30 വരെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും കലാപരിപാടീസ് ആൻഡ് ഓൾ. അതിനുശേഷം നമ്മളെല്ലാവരും വീട്ടിൽ വന്നിട്ട് സൂപ്പറായിട്ട് കടന്നുറങ്ങി. കാരണം നാളെ ഇതിലും ബിഗ് ഡേ ആണ്. നാളെ നമുക്ക് താലികെട്ടും കല്യാണം ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ കാണാം. Good morning. Good morning, ma'am. Hi, good morning. How was the good night sleep? Not enough. It'll be never enough, right, Devu? Never enough. George, wake up ചെയ്യാം ശുഞ്ചിന്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. കുളിച്ചു,
പല്ലേച്ചു. ഇനി നമ്മൾ അമ്പലത്തേക്ക് പോവാണ്, സാരി കൊടുക്കാൻ പോവാണ്. താലികെട്ട് അഴകൊടി അമ്പലത്തിൽ വെച്ചിട്ടാണ്. ആൻഡ് കല്യാണം ഇസ് അറ്റ് ലാവൻറ്റിസ് കൺവെൻഷൻ സെൻറ്റർ. നമ്മുടെ ഷിവി ബോയ് ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. ബാക്കി എല്ലാവരും ഉണ്ട്, ഓരോരുത്തർ ഈ വീട്ടിൽ ഓരോ റൂംസിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരട്ടെ. ഈ ഫേക്ക് ഐ ലാഷസ് ഇല്ലേ, അതെനിക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ തോന്നുന്ന ഒരു സാധനം, പക്ഷെ ഇന്ന് ഇവർ യൂസ് ചെയ്തില്ല. ഈ കല്യാണത്തിന് അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ആംസ്റ്റർഡാമിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നീ ഇപ്പോഴും ട്രെയിനിൽ അരമണിക്കൂറിൽ ഇറങ്ങണം കേട്ടോ കുട്ടി. How's my eyelashes, Dev? I'm speechless. Speechless means it's very nice, right? I don't know. അതെ കുട്ടികളെ ശരിക്കും ചേച്ചി ഒരു സുഖമില്ല. ഐ ലാഷസ് ഇട്ടപ്പോൾ രസം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വെച്ച് വരുമ്പോൾ. പക്ഷേ ഇൻസ്റ്റൻറ്റ് ലുക്കിൽ ഇറ്റ് വാസ് ലൈക്ക് നോട്ട് സോ ഗുഡ്. അതുകൊണ്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് സെറ്റ് സാരിയും ബ്രൊക്കേഡ് ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് സിമ്പിൾ ലുക്കിലാണ് റെഡി ആയത്. കാരണം നമ്മൾ കസിൻസ് എല്ലാവരും ഡിസൈഡ് ചെയ്തത് എല്ലാവരും വേഷ്ടി മുണ്ടും പല പല കളറുള്ള ബ്രൊക്കേഡ് ബ്ലൗസാണ് ഇടാൻ പോണത്. സ്പൈക്കി ബോയ്. കല്യാണ തിരക്ക് ഓട്ടൊക്കെ ആകുമ്പോഴേ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. ശിവന് സ്ലീപ്പ് ഡെപ്രിവേഷൻ പ്ലസ് ഹങ്കറിൻ്റെ കോമ്പിനേഷനാണ് തോന്നുന്നു. ഒന്നും അങ്ങോട്ട് ഉഷാറാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങളെല്ലാവരും സെറ്റ് സാരി വിത്ത് പലതരം ബ്രൊക്കേഡ് ബ്ലൗസാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ശ്രീ അഴകൊടി ദേവി മഹാക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ താലികെട്ട് നടക്കാൻ പോണത്. എനിക്ക് ഇവിടുത്തെ ആംബിയൻസും സെറ്റപ്പും എനർജിയും എല്ലാം ഭയങ്കര ഇഷ്ടമായി. പോരത്തിൻ്റെ രാവിലെയും കൂടി ആകുമ്പോൾ എന്ത് രസമല്ലേ. താലികെട്ട് ഭയങ്കര ഓസ്പീഷ്യസ് ആയ ഒരു സ്പിരിച്വൽ സെറമണി കൂടിയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ വെച്ച് താലി കെട്ടുമ്പോൾ ഗ്രൂം ഈസ് പ്രോമിസിങ് ദ ബ്രൈഡ് ടു ലവ്, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ഹെർ. ആൻഡ് ബ്രൈഡ് ഗ്രൂമിന് താലി കെട്ടാൻ അലൗ ചെയ്യുമ്പോൾ ഷീ ഈസ് അക്സെപ്റ്റിംഗ് ടു ബി ഹിസ് വൈഫ് വിത്ത് ഓൾ ഹാപ്പിനെസ്. കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി വാസ് ഫോട്ടോ എടുക്കൽ. ഇഷ്ടം പോലെ കുറേ മെമ്മറബിൾ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു. ഈ സ്ക്രീനിൽ കാണുന്നതിൽ ഇതാണ് സെക്കൻഡ് ജനറേഷൻ കിഡ്സ്, അതായത് ശിവൻ്റെ ജനറേഷനിലുള്ള ഗ്യാങ്. അമ്പലത്തിൽ വളരെ നേരത്തെ ആയിരുന്നു താലികെട്ട്. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാതെയാണ് നമ്മൾ നേരെ താലികെട്ടിന് പോയത്. അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തി കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സീൻസ് ആണത് ഗായ്സ്. ചുട ദോശ, ചട്നി, ചമ്മന്തി, കേസരി, വാട്ട് എൽസ് യു വാണ്ട് റൈറ്റ് ടു സ്റ്റാർട്ട് യുവർ മോർണിംഗ്. ഐ റിയലി എൻജോയ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശംഭുവിന്റെ മീനിങ് ഷിവ്, യു നോ ദാറ്റ്. കാരണം ഇപ്പൊ ഉണർന്നു പോയി കുട്ടി, അങ്ങോട്ട് വിശന്നിട്ട് ചെറുതായിട്ട് നമ്മുടെ കണ്ണ് അതാണ് വിശന്നിട്ടാണ്. 30 minutes ഉണ്ട്. ഓടിപ്പോയി ഈ കോസ്റ്റ്യൂം മാറ്റിയിട്ട് വേറെ കോസ്റ്റ്യൂം കയറുക. ബാക്ക് ടു ബാക്ക് ഫംഗ്ഷൻ ആകുമ്പോൾ ഒരു മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് 30 minutes റെഡി ആയിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ. ചേച്ചി രാവിലെ തന്നെ നീച്ചത്തേക്ക് സാരി പ്രീപ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന സാരി എൻ്റെ സാരിയല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ മനുവിൻ്റെ വൈഫിൻ്റെ പുടവ സാരിയാണത്. എനിക്ക് പൊതുവെ പട്ട് സാരീനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പുതിയതായി ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഇടണ കമ്മൽ പോലും ഞാൻ എൻ്റെ കല്യാണത്തിൽ എൻ്റെ ബ്രൈഡൽ ലുക്കിന് ഇട്ട കമ്മലാണ് കേട്ടോ. ഇറ്റ്സ് ഓൾ നൊസ്റ്റാൾജിക് റീപർപ്പസിങ് ഓഫ് ഓൾ മൈ ഓർണമെന്റ്സ് ആൻഡ് സാരീസ് ആൻഡ് എവറിത്തിങ്. കോഴിക്കോട് എന്താ റേറ്റാ? ഒരു കോഴിക്കോട് കണ്ടുപിടിക്കാണ്. എൻ്റെ അമ്മ ഉണ്ണി, കോഴിക്കോട് മീൻസ് വൺ കോഴി ഈസ് സെർച്ചിങ് ഫോർ എ കോഡ്. People understood as code. Passport, code. Koi is searching for code. Koi searching for a code. Code. Koi is finding out what is the code. Koi ഒരു കോഡിന്റെ ഉള്ളിലാണ് താമസിക്കുക. Cood. That is called cood, not code. Cood. അൺഎക്സ്പെക്റ്റഡ് ട്രാഫിക് കിട്ടിയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ ലേറ്റ് ആയിരുന്നു. ബട്ട് മൈ ഗുഡ്നെസ്, താങ്ക് ഗോഡ് വി വർ ഓൺ ടൈം. നമ്മൾ എത്തിയപ്പോഴാണ് എല്ലാവരും ഓൾമോസ്റ്റ് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് മനുവും ഫാമിലിയും, അതായത് മനുവിൻ്റെ ബ്രദറും ബ്രദറിൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അനിയൻ്റെ രണ്ടാമത്തെ കുട്ടി, അൻവി കുട്ടി, ഞങ്ങളുടെ തങ്കക്കുടം, ഞങ്ങളുടെ സ്വർണം. ഷി വാസ് ക്യൂട്ടസ്റ്റ് ആൻഡ് ഷി ഗോട്ട് ഓൾ ദ അറ്റൻഷൻ ടുഡേ. കല്യാണത്തിൻ്റെ തിരക്ക്, ഓട്ടം, റഷ് എല്ലാത്തിൻ്റെ ഇടയിൽ എനിക്ക് നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് പറ്റുന്ന കുറച്ച് ക്ലിപ്പിങ്സാണ് ഞാൻ കല്യാണത്തിൻ്റെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണത്. ബാക്കി ഞാൻ ഫോട്ടോഗ്രാഫർ പ്രൊവൈഡ് ചെയ്ത ഫോട്ടോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. കല്യാണത്തിന് പോകുമ്പോൾ സ്പെഷ്യലി അത് നമ്മുടെ വീട്ടിലത്തെ ഒരു കല്യാണം ആകുമ്പോഴേ നമ്മുടെ റിലേറ്റീവ്സായിട്ട് കമ്പനി കൂടുക, അടിച്ചു പൊളിക്കുക, സഞ്ജനയുടെ റിലേറ്റീവ്സായിട്ട് പരിചയപ്പെടുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് വ്ളോഗിങ് ടുക്ക് എ ബാക്ക് സീറ്റ്. കല്യാണത്തിന് എന്നെ സർപ്രൈസ് ചെയ്ത വേറൊരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്ളോഗ്സ് കണ്ട് ഒരുപാട് പേര് എന്നെ പരിചയപ്പെടാൻ വന്നു കേട്ടോ. അത് ഭയങ്കര ക്യൂട്ട് ആൻഡ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. സം ഓഫ് ദെം വെയർ റിലേറ്റീവ്സ്, അപ്പോൾ സം ഓഫ് ദെം വെയർ ഫ്രം ദ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ്. എല്ലാം കൂടി എന്നെ സ്പെഷ്യൽ ഫീലിംഗ് തന്നു. ഇതിപ്പോൾ എങ്ങനെ ഞാൻ പറയാമെന്നറിയില്ല. എന്നെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആൻഡ് കമ്മിങ് ഓവർ ടു മീ ആൻഡ് ടെലിങ് മീ വി ലവ് യുവർ വ്ളോഗ്സ് മീൻസ് എ ലോട്ട് ടു മീ. താങ്ക് യു സോ മച്ച്. നല്ല ഉഗ്രൻ കല്യാണം, ഉഗ്രൻ സദ്യ രണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോട് വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കാരണം ഇനി നമുക്ക് വീണ്ടും പെരിന്തൽമണ്ണയ്ക്ക് പോകാനുള്ളതാണ്. സഞ്ജന ഇസ് ഫസ്റ്റ് ടൈം കമ്മിങ് ഹോം ആസ് നുനൂസ് വൈഫ്. അപ്പോൾ സഞ്ജനേനെയും ഫാമിലിനെയും ഒക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രോ, अभी भी तो है, तूने देखा नहीं मेरा हेलीपैड था उधर.
അച്ഛാ ഓക്കെ ഉണ്ണി നമ്മുടെ അമ്മ കാണിച്ചു തന്നിട്ടല്ലേ നമുക്ക് ഹിഡൻ പ്രോജക്റ്റ് അടിയില്ല ആ അതെ 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 മടി ഇങ്ങനെ തുളുമ്പാണ് നാണാവുന്നില്ലേ पता नहीं हम लोग स्कॉर्पियंस को मडी बोलते हैं मड़ी नहीं होता है होता है बहुत ज्यादा होता है we find easy way to get the great things done ടയർഡായ വിയേർഡ് മൈൻഡ് വെച്ചിട്ട് വിയേർഡായ ഞങ്ങൾ എന്തൊക്കെയോ വിയേർഡ് കാര്യങ്ങൾ സംസാരിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പുറപ്പെട്ടു കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ലോണം എക്സോസ്റ്റഡ് ആണ് ഞങ്ങൾ എല്ലാവരും. ബട്ട് ഫൺ മസ്റ്റ് ഗോ ഓൺ. ഇനി നമുക്ക് പെരിന്തൽമണ്ണയിൽ പോയിട്ട് ഒരു കുട്ടി ഡാൻസ് പരിപാടിയും കുട്ടി വെൽക്കം ഒക്കെ ഉണ്ട് സഞ്ജനയ്ക്കും സഞ്ജനയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ചേച്ചി ഈ നാട്ടിലെ ചൂടിന് ബിക്കിനി പാർട്ടീസ് എവിടെ ചെയ്യണ്ടേ? ലെഹങ്ക പാർട്ടീസ് അല്ല. വാട്ട് യു തിങ്ക്? ദേവു യോർ കല്യാണം വീഡിയോ ബിക്കിനി പാർട്ടി. അമ്മായി അപ്പത്തേക്ക് 6 pack ആയിരിക്കും. മാമ പിന്നെ ഡെഫിനറ്റ്ലി 6 pack. പെർക്സ് ഓഫ് ഹാവിങ് എ നീസ്. ദേവു എനിക്ക് നന്നായി കാൽ മസാജ് ചെയ്ത് തന്നു. ആസ്ത ബേബി ഞാനും നല്ല കിഡിൽ ഓർക്കാണ്. ഞങ്ങൾ ഓർക്കൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോഴത്തേക്കും നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ വെൽക്കമിങ്ങും ഫൺ പരിപാടീസ് ആയിട്ട് ഡേ പോയിക്കൊണ്ടേയിരുന്നു കേട്ടോ. വ്ളോഗ് ഞാൻ ഫർദർ ലെങ്തി ആക്കുന്നില്ല, ഇവിടെ നിർത്താൻ പോവാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് ചെയ്യണത് പോലും വിചാരിച്ചതല്ല. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു മെമ്മറബിൾ ഡേ അല്ലേ, ഒരു മെമ്മറബിൾ ഇവൻ്റ് അല്ലേ, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് മാത്രം വ്ളോഗ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു വ്ളോഗ്. ഒരു ഫുൾഫില്ലിങ് ട്രിപ്പിൻ്റെ എൻഡിൽ ഇരുന്നിട്ട് ഈ വ്ളോഗ്സും ഈ വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ ഇറ്റ് ബ്രിങ് ഇൻ സ്മൈൽസ്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ഞാൻ ചെയ്തത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയാണ്, സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇറ്റ്സ് ചൗ ചൗ ഫ്രം ചിയാമോ.